സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളിലൂടെ 23,753 പേർക്ക് നഷ്ടമായത് 201 കോടി രൂപ. ട്രേഡിംഗ് തട്ടിപ്പുകളിലൂടെ മാത്രം കഴിഞ്ഞ വർഷം 3,394 പേർക്ക് നഷ്ടമായി 74 കോടി രൂപയും ഇതിൽപ്പെടുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുകയാണ്. ഷീജ, വിശദാംശങ്ങൾ. അവണി തീർച്ചയായും അവണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിലൂടെ കഴിഞ്ഞ വർഷം 201 കോടി രൂപ ആണ് നഷ്ടമായത് എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്നുള്ള പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ തട്ടിപ്പിനായി ഉപയോഗിച്ചിട്ടുള്ളത് 5,107 ബാങ്ക് അക്കൗണ്ടുകളും 3,289 മൊബൈൽ നമ്പറുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 239 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഒപ്പം തന്നെ 945 വെബ്സൈറ്റുകളും കേരള പോലീസിന്റെ സൈബർ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നഷ്ടപ്പെട്ട തുകയുടെ 20% തിരികെ പിടിക്കാനും ഇതിനകം സാധിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് മുതലായ മാധ്യമങ്ങൾ വഴിയാണ് നിക്ഷേപ തട്ടിപ്പുകൾക്ക് തുടക്കമിടുന്നത് എന്നുള്ളതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരം പോസ്റ്റിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടവരെ തട്ടിപ്പുകാർ തങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അംഗങ്ങളാക്കുന്നു. തുടർന്നാണ് കൃത്രിമമായി നിർമ്മിച്ച വെബ്സൈറ്റ് മുഖേന നിക്ഷേപം നടത്താൻ ഇവരോട് ആവശ്യപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ ചെറിയ തുക നിക്ഷേപിക്കുന്നവർക്ക് അമിത ലാഭം നൽകുന്നതോടെ പരാതിക്കാർക്ക് ഈ തട്ടിപ്പുകാരിൽ വിശ്വാസം ഉണ്ടാകുന്നു. ആ രീതിയിലാണ് അവർ വൻ തുക പിന്നീട് നിക്ഷേപമായി നൽകാൻ തയ്യാറാകുന്നത് എന്നുള്ള കാര്യം ഉൾപ്പെടെ വിശദമായ രീതിയിൽ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങൾ സൈബർ ടീം അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളം തൃക്കാക്കര സ്വദേശിയിൽ നിന്ന് 2,60,00,000 രൂപയും എറണാകുളം ആലുവ സ്വദേശിയിൽ നിന്ന് 1,10,00,000 രൂപയും ഈ ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായവർക്ക് ഒരാഴ്ചക്കകം തന്നെ തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇതിനെതിരെ കർശനമായിട്ടുള്ള ജാഗ്രത എല്ലാവരും പുലർത്തണം എന്നുള്ള കാര്യവും പോലീസ് ആവശ്യപ്പെടുന്നുണ്ട്. സൈബർ തട്ടിപ്പുകൾക്കെതിരെ പൊതുജനങ്ങൾ പരമാവധി ജാഗ്രത പുലർത്തണമെന്ന് കേരള പോലീസ് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഓൺലൈൻ തട്ടിപ്പുകൾ സംബന്ധിച്ചുള്ള പരാതികൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈനിൽ ഉടൻ തന്നെ അറിയിക്കാവുന്നതാണെന്നും സംസ്ഥാന പോലീസ് അറിയിക്കുന്നു. ശരി, സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളിലൂടെ 23,753 പേർക്ക് 291 കോടി രൂപയാണ് നഷ്ടമായത്. ട്രേഡിംഗ് തട്ടിപ്പുകളിലൂടെ മാത്രം കഴിഞ്ഞ വർഷം 3,394 പേർക്ക് നഷ്ടമായത് 74 കോടി രൂപയുമാണ്. വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്.